സംസ്ഥാനത്തെ പോലീസിന്റെ കേന്ദ്ര ആഫീസ് പ്രവർത്തിക്കുന്നത് ഒരു അധോലോക സംഘത്തിന്റെ കേന്ദ്രം പോലെയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിയമസഭയിൽ കൈയുയർത്തുന്ന നിലമ്പൂരിലെ എംഎൽഎ PV അൻവറാണ്. എന്നു മാത്രവുമല്ല, സംസ്ഥാനത്തെ പോലീസിന്റെ അടക്കം കാര്യങ്ങൾ നോക്കാൻ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന P ശശി എന്ന നേതാവ് ഉത്തരവാദിത്തം ശരിയാവണ്ണം നിർവഹിക്കാതെ പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും തെരുവിലലക്കാൻ ഇട്ടുകൊടുക്കുകയാണ് എന്നതാണ് അൻവറിന്റെ വിമർശനം. ഈ കെടുകാര്യസ്ഥതയും ഈ കെടുതിയും ഒടുവിൽ മുഖ്യമന്ത്രി പോലും ഉത്തരം പറയേണ്ട നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വിമർശിക്കുകയാണ്. ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക നായകനെ പോലെയാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP അജിത് കുമാർ പെരുമാറുന്നത് എന്ന വിമർശനം ഒട്ടും ചെറിയ ശബ്ദത്തിലല്ല. അതിഗുരുതരമായ ആക്ഷേപങ്ങൾ അൻവർ ഉന്നയിക്കുന്നു. വിദ്വേഷ യൂട്യൂബറെ ഗുരുതരമായ കേസിൽ നിന്ന് ഊരിക്കൊടുക്കാൻ 1.5 കോടി പ്രതിഫലം വാങ്ങി, കൈക്കൂലിപ്പണം വാങ്ങി MR അജിത് കുമാർ എന്ന് അദ്ദേഹം പറയുകയാണ്. സംഘപരിവാരത്തിന് താല്പര്യമുള്ള കേസുകൾക്കകത്ത് MR അജിത് കുമാർ ഇടപെട്ടതിൻ്റെ കഥ പറയുകയാണ് PV അൻവർ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIM സ്വതന്ത്രനായ MLA. ഇത് മുഖ്യമന്ത്രി പോലും മറുപടി പറയേണ്ട നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ അവിടെ വരെ എത്തിയത് ആരും കണ്ടില്ലേ എന്ന ചോദ്യം അവിടെ ഉണ്ട്. CPIM-നെ പോലെ ഒരു ബൃഹത്തായ പാർട്ടി ആ പാർട്ടിയുടെ നയത്തെ, ആ പാർട്ടിയുടെ ഇടപാടുകളെ മുഴുവൻ സംശയത്തിലാക്കുകയോ അട്ടിമറിക്കുകയോ ചെയ്യുന്ന പോലീസ് പരിപാടി കണ്ടില്ല എന്നുണ്ടോ? അത് PV അൻവറിന് പുറത്തു വന്ന ഒച്ചത്തിൽ വിളിച്ചു പറയേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായതാണ്? അകത്തെ അറിയിപ്പുകൾക്കൊന്നും ആ പാർട്ടി ചെവി കൊടുക്കുന്നില്ല എന്ന നില എങ്ങനെ വന്നു? കഴിഞ്ഞ 7 വർഷക്കാലത്തിലധികം പോലീസിനെ അഴിച്ചുവിട്ടതിൻ്റെ നേരാംവണ്ണം അതിനെ ഭരിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അൻവർ ഒരു സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം ഞങ്ങളുമായി സഹകരിച്ചു പോകാറുണ്ട്. ഞങ്ങളുമായി സഹകരിക്കുന്നതിന് തടസ്സമില്ല. സ്വതന്ത്ര വ്യക്തിയാണ്, ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ പറയുക, ഇതൊന്നും ഞങ്ങളുമായി ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നു TP രാമകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാവ്. എന്ന് വെച്ചാൽ അൻവർ പറയുന്നതെല്ലാം കൂടി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നയം പ്രഖ്യാപിക്കുകയാണോ CPIM-ന്റെ നേതൃത്വം? അതോ അൻവർ ഉന്നയിച്ച ഈ പ്രശ്നം അത് കേരളം ഗൗരവത്തിൽ കേട്ടുകഴിയുകയും ചർച്ച ചെയ്യുകയും ചെയ്ത വിഷയമായി മാറിക്കഴിഞ്ഞു? ഇനിയെങ്കിലും പോലീസിനകത്ത് സർക്കാരിനും പാർട്ടിക്കും ഒരു പിടിയുണ്ട് എന്ന സന്ദേശം കൊടുക്കാൻ ഇവർ തയ്യാറാകുമോ? അതോ ആ ദുർബല സമീപനം, പരാജിത സമീപനം തുടരാനായിരിക്കുമോ ഈ പാർട്ടിക്ക് കഴിയുക? അൻവറിൻ്റെ യുദ്ധം, അൻവറിൻ്റെ ഈ തുറന്ന പോരാട്ടം, കേരളത്തിലെ വിദ്വേഷ യൂട്യൂബർമാർക്കെതിരെ തുടങ്ങി വെച്ച യുദ്ധം വിജയിപ്പിക്കാൻ അൻവറിനെ ഈ പാർട്ടി സമ്മതിച്ചില്ല എന്നതാണ് ചരിത്രം, നമുക്കത് അറിയാം. പക്ഷേ വിദ്വേഷം, പടർന്നു പിടിച്ച വിദ്വേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അടിയിളക്കിയത് ആ പാർട്ടി കാണുന്നുണ്ട്. എന്നിട്ടും അൻവർ തുടങ്ങി വെച്ച യുദ്ധത്തിന് തുടർച്ച വേണമെന്ന് CPM കരുതുന്നില്ലെങ്കിൽ പിന്നെ അതെവിടെ പോയി നിൽക്കും? ഈ യുദ്ധത്തിൽ ആർക്കാണ് വിജയം? ഇതിന് അടിയൊഴുക്കുകൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെ താല്പര്യങ്ങളാണ്? എന്തൊക്കെ രാഷ്ട്രീയമാണ്? പലതരം ചോദ്യങ്ങളുണ്ട്. ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് രാത്രി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ M ജയചന്ദ്രൻ ഇടതു സഹയാത്രികരുണ്ട്. CPIM ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ചു തരില്ല എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത്. PK നവാസ് ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി. NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ഈ ടെലിഫോൺ ലൈനിൽ അൻവറിനെ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക കൂടി ചെയ്യുകയാണ്. ആദ്യം ജയചന്ദ്രൻ, നോക്കൂ, ഇത് വളരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അൻവർ പുറത്തു വന്ന് വാർത്താ സമ്മേളനം വിളിച്ചു മാധ്യമങ്ങളോട് പറയും വരെ ഈ നടക്കുന്ന സംഗതികളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ജീർണിച്ചു പോയ ഒരു സംവിധാനമാണോ ഇന്ന് കേരളം ഭരിക്കുന്നത്? അൻവർ അഴിച്ചുവിട്ട അതിശക്തമായ വിമർശനം, അതിരൂക്ഷമായ വിമർശനം തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവില്ല എന്നാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഗോവിന്ദമാഷ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിനൊടുവിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ഈ പ്രശ്നം പാർട്ടി ഗൗരവമായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞത്. സാധാരണ നിലയിൽ അൻവർ പറഞ്ഞതിൻ്റെ അകത്ത് പാർട്ടിക്ക് വലിയ പ്രാധാന്യത്തോടെ കാണുന്നില്ല എങ്കിൽ അങ്ങനെയല്ല ഗോവിന്ദമാഷിൻ്റെ മറുപടി വരിക. നമുക്കറിയാമല്ലോ, ഗോവിന്ദമാഷിൻ്റെ ഏത് പാർട്ടി സെക്രട്ടറിയുടെയും അങ്ങനെയല്ല മറുപടി വരിക. അത് കഴിഞ്ഞ് ഇന്നാവുമ്പോഴേക്ക് DGP-യുടെ മുഖ്യമന്ത്രി തന്നെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇക്കാര്യത്തിലുള്ളത്. അതാണ് പ്രാഥമികമായി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ ഞാനെന്നല്ല എല്ലാവരും, പൊതുസമൂഹം പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഭരണകക്ഷി MLA ആയ അൻവർ ഒരു പ്രതിപക്ഷ MLA പോലും
പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അസാധാരണമായ നിലയിൽ ഇന്നലെ ഇന്നുമായിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുമുണ്ട് തൻ്റെ പക്കൽ തെളിവുകൾ എന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ ഒരു ഭരണകക്ഷി MLA പറയുമ്പോൾ സാധാരണഗതിയിൽ അത് ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എടുത്തോ അതല്ലെങ്കിൽ ഭരണത്തലവനായ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ അടുത്തോ ആണ് പറയേണ്ടത്. അങ്ങനെ പറയുമെന്നാണ് വിചാരിക്കാറ്. പക്ഷേ ഇവിടെ അതല്ല ഉണ്ടാവുന്നത്. നേരിട്ട് മാധ്യമങ്ങളുമായി ഇക്കാര്യം പങ്കുവെക്കുക എന്ന് മാത്രമല്ല, ഒരു പടി കൂടെ കടന്ന് ഇന്നലത്തേക്കാൾ ഒരു പടി കൂടെ ഇന്ന് കടന്നിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെയുള്ള നിശിതമായ വിമർശനം, ഒപ്പം ഒന്നാമത്തെ കാര്യം CPIM-ന്റെ ലെവി കൊടുക്കുന്ന കോമ്രേഡ് അല്ല PV അൻവർ. അപ്പൊ അതുകൊണ്ട് CPIM-ന്റെ ആ നിലയ്ക്കുള്ള സംഘടനാ രീതികൾ പാലിക്കണോ, കമ്മിറ്റിയിൽ പറയണോ പോലുള്ള ചോദ്യം അവിടെ ഉണ്ട്. എങ്കിലും പോട്ടെ, ലെഫ്റ്റിനൊപ്പം നിൽക്കുന്ന ആൾ അതിന്റെ പൊതുവായ സ്വഭാവം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അൻവറിന്റെ പോയിന്റ് എന്താണ്? അൻവർ വർഷങ്ങളായി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അൻവർ കേരളത്തിലെ ഏറ്റവും മലീമസമായ കണ്ടന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു വിദ്വേഷ യൂട്യൂബർക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ച ആളാണ്. അപ്പോൾ അയാളുടെ കണ്ടന്റ് നോക്കിയാൽ അയാളെ എന്തൊക്കെ ചെയ്യാൻ കഴിയും നിയമപരമായി എന്നുള്ള അറിയാത്ത ആരും കേരളത്തിലില്ല. പക്ഷെ CPM-ന് ചെയ്യണമെന്ന് തോന്നുന്നില്ല. അത് CPM-ന് സഹായം കിട്ടിയില്ല. P. ശശിയെ പലപ്പോഴായി സമീപിച്ചു പല കാര്യങ്ങൾക്കായി. പക്ഷെ P. ശശി ആക്ട് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അകത്ത് പറയാവുന്നത് മാക്സിമമായി, ഇനി പുറത്തു പറയാതെ നിവൃത്തിയില്ല. ഇനി പോട്ടെ, അൻവർ അകത്ത് പറഞ്ഞില്ല. പക്ഷെ അൻവർ പുറത്തു വന്ന് പറയുന്ന ഈ കാര്യം അകത്ത് മനസ്സിലാക്കാൻ, ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം CPM-ലില്ല. അതല്ലേ മനസ്സിലാക്കേണ്ടത്. അൻവറിന് പോലും പുറത്തുനിന്ന് മനസ്സിലായി ADGP അജിത് കുമാർ അധോലോകം പോലെയാണ്. ADGP അജിത് കുമാറിന്റെ താല്പര്യം വെച്ചിട്ടാണ് തൃശ്ശൂർ പൂരം കലക്കിയത്. വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹത്തിന് സംഘപരിവാറിന്റെ രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ട്. ഇത് അൻവർ പുറത്തിരുന്ന് പറയുമ്പോൾ അകത്തുനിന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത, സമ്പൂർണ്ണമായും ജീർണിച്ച ഒരു സംവിധാനമാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. C. ജയചന്ദ്രൻ, അങ്ങനെയല്ലല്ലോ നാം മനസ്സിലാക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനെയല്ലല്ലോ. അൻവർ ഭരണകക്ഷി MLA ആണ്, അദ്ദേഹം സ്വതന്ത്രനുമാണ്, CPM സ്വതന്ത്രനുമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ, ഭരണകക്ഷി MLA ആയ ഒരാൾ, മറ്റാരുടെയും മൗനാനുവാദമെങ്കിലും ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പുറത്തു പറയുമെന്ന്, അത് ഒരു ഘട്ടത്തിലല്ല, ഒന്നിലേറെ തവണ പുറത്തു പറയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാനങ്ങനെ ഏതായാലും കരുതുന്നില്ല. അത്ര ഈ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന പഴമൊഴി പോലെ ഇനി ഇത് പുറത്ത് പറയാൻ നിർവാഹമില്ല എന്ന അവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് അൻവർ പറഞ്ഞത് എന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കുന്ന ഒരാളുമല്ല ഞാൻ. അങ്ങനെ വെറുതെ താങ്കൾക്ക് പറയാലോ. അല്ല, അത് പാർട്ടിയുടെ അനുവാദം ഉണ്ടാവും, പരിശോധിക്കുമെന്ന് ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് ഇന്നലെ പറയുമ്പോൾ പാർട്ടിയുടെ അനുവാദമാണോ? പാർട്ടി അനുവാദം ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഈ വിഷയം പരിശോധിക്കും. ഇന്ന് DGPയുടെ റിപ്പോർട്ട് തരാൻ മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുവാദമാണോ? അനുവാദമാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, DGPയുടെ റിപ്പോർട്ട് തരാനാണല്ലോ ആവശ്യപ്പെടുന്നത്. പക്ഷേ അൻവറിനുള്ള വാതിൽ അടഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അടച്ചിട്ടില്ല എന്നത് തന്നെയാണ് രണ്ടുപേരുടെയും നിലപാടും നടപടിയിൽ കൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. ആരാണെന്ന് സ്പെസിഫിക്കായിട്ട് പറയാൻ എങ്ങനെ കഴിയും ഈ ഘട്ടത്തിൽ? പക്ഷേ അൻവർ ഒറ്റയ്ക്കാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനെ കരുതാനാണ് എനിക്കിഷ്ടം കൂടുതൽ. അത് വെറും ഒരു വിമർശനത്തെക്കാൾ ഉപരിയായിട്ട് ചില ശുദ്ധീകരണങ്ങൾ നടക്കാൻ ഇടയുണ്ട് എന്ന തോന്നലും എനിക്കുണ്ട്. തീരുമാനമെടുക്കണം. സെൽഫ് ഡാമേജ് ഡ്രാമകൾ ഉണ്ടാക്കുന്ന എന്തിനാണ്? ക്ലെൻസിങ്ങിന്റെ ഭാഗമാണെങ്കിൽ അകത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അൻവർ പറയുന്ന കാര്യം അൻവർ ഓൾറെഡി അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പുറത്തെന്തിനാണത്? അതോ P. ശശിയെ പോലെ ഒരാളെ, അജിത് കുമാറിനെ പോലെ ഒരാളെ തൂക്കി മാറ്റി നിർത്താൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു പരിസരം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാം കൂടി ചെയ്യുകയാണോ ഇത്? അതെ, അങ്ങനെ തന്നെയാണ്. ഒരു പരിസരം സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടെന്നുള്ള നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ ഒന്ന് നോക്കൂ, ഈ വയനാട് ദുരന്തം കഴിഞ്ഞ മാസം 10-ാം തീയതിയാണല്ലോ പ്രധാനമന്ത്രി സന്ദർശനത്തിന് വന്നത്. ഫുൾ ടൈം പ്രധാനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നതൊക്കെ ഇതേ ADGP ആണല്ലോ. ആ ഉരുൾപൊട്ടലുണ്ടായ സമയം മുതൽ അവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നത്, നിയന്ത്രിക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ADGP ആണ്. അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ എല്ലാവർക്കും അറിയാം. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ആ ബന്ധങ്ങളെക്കുറിച്ച് പരസ്യമായി പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്, പരോക്ഷമായിട്ട്, ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും. അത്തരം കാര്യങ്ങളൊക്കെ ഈ എക്സ്പോഷറിലൂടെ ഇനി ആർക്കെങ്കിലും ചേർത്ത് പിടിക്കണം എന്നാണ് തോന്നുന്നതെങ്കിൽ ഈ ADGPയെ
ചേർത്ത് പിടിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു പ്ലാൻ കൂടെ അൻവറിൻ്റെ ഈ പദ്ധതിയിൽ ഈ എക്സ്പോഷറിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ആരെ ബോധിപ്പിക്കാനാണ്? പരമാധികാരമുള്ള ഒരു ഭരണകൂടത്തിന് ഒരു ഓഫീസറോട് മാറി നിൽക്കാൻ പറയാൻ ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഈ സ്റ്റേജ് ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. ഇനിയിപ്പോ ADGP പത്മകുമാർ വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അയാളെ മാറ്റണമെങ്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാവണം. ആ ഗ്രൗണ്ട് കൺവിൻസിംഗ് ആവണം, സൃഷ്ടിക്കുകയാണ്. സോറി അജിത് കുമാർ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ 7.5 വർഷക്കാലം ഇയാൾ എടുത്തുകൊണ്ടിരിക്കുന്ന, ഇവിടെ ഭരിച്ചു, ഈ വകുപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുവിരുദ്ധമായ നയപരിപാടികളുടെ ഈ കൂത്താട്ടം ഈ പാർട്ടിക്ക് മനസ്സിലായിട്ടില്ല. അവസാനം അജിത് കുമാർ എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ആൾ വയനാട്ടിൽ മോദിയുടെ കൂടെ ഒരു പരിപാടിയിൽ ഫോട്ടോഗ്രാഫിൽ പതിഞ്ഞപ്പോഴാണ് ഇയാൾ നമ്മുടെ ആളല്ലല്ലോ, നമുക്കിട്ടാണല്ലോ പണി എന്ന് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ, CPM-നെ പോലൊരു പാർട്ടിക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ ഈ വയനാട്ടിലെ 10-ാം തീയതി വന്ന പ്രധാനമന്ത്രിയോടെ പോയതിൻ്റെ പേരിലല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പി ശശിക്കെതിരെ ഡയറക്റ്റ് ഹിറ്റിംഗ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് പി ശശിയെയും അജിത് കുമാറിനെയും നിർത്തിക്കൊണ്ടാണ് അൻവർ ആക്ഷേപം ഉന്നയിക്കുന്നത്, വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അവരെ രണ്ടുപേരെയും സ്വീകരിക്കുക, അല്ലെങ്കിൽ അൻവറിനെ സ്വീകരിക്കുക എന്നുള്ള നിലയിലേക്ക് മാറേണ്ടി വരുന്ന ഘട്ടം ഇപ്പോൾ ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ രണ്ടുപേരെയും തള്ളുമോ അതോ അൻവറിനെ തള്ളുമോ, ഇതാണ് മുമ്പിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചോദ്യം. അതാണല്ലോ. ആ ചോദ്യത്തിന് എങ്ങനെയാണ് നാളെ മറുപടി കണ്ടെത്തുമോ? ഇല്ല, നാളെ മറുപടി ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ അടുത്ത ദിവസം തന്നെ തുടക്കമിടേണ്ടി വരും. അതിലാദ്യം വരുന്ന തുടക്കമായിട്ട് ഞാൻ കരുതുന്നത്, അവിടെ SP ആയിരുന്ന, മലപ്പുറം SP ആയിരുന്ന, ഇപ്പോൾ പത്തനംതിട്ടയിൽ SP ആയി ചാർജ് എടുത്തിട്ട് ലീവിൽ പോയിരിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിനായിരിക്കും ആദ്യം അതിൻ്റെ ഒരു തുടക്കം കാണാനാവുക എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഒരു സസ്പെൻഷൻ രൂപത്തിലായിരിക്കും അതുണ്ടാവുക എന്നും പ്രത്യാശിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിൽ ആ സസ്പെൻഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് കീപ്പ് ചെയ്യേണ്ട ഹൈറാർക്കൽ ബഹുമാനം കാണിക്കേണ്ട അച്ചടക്കം കാണിക്കാത്തതിന് MLA വിളിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, ഇതൊക്കെ ആയിരിക്കും അതിന് കാരണം. അല്ലെങ്കിൽ 3 വർഷക്കാലത്തിലധികം മലപ്പുറത്ത് അസാധാരണമാം വിധം സംരക്ഷിക്കപ്പെട്ട ഈ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ആളാണ് സുജിത് ദാസ്. അയാളെ എന്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുന്നതാണ്? എന്തിന്റെ പേരിലായിരിക്കും അത്? വരട്ടെ, കാണാമല്ലോ. എല്ലാം ഈ ചർച്ചയിൽ പറയാൻ എനിക്കെങ്ങനെ കഴിയും? എന്തായാലും താങ്കൾ ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ ശുഭകരമായി നടക്കാൻ പോകുന്നു വിചാരിക്കുന്ന ആളാണ്. ശരി, എന്റെ കൂടെ PK നവാസ് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കാൻ. നവാസ്, ഈ അൻവർ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. അൻവർ ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരിപാടികൾക്ക് കുറുകെ സഞ്ചരിക്കുന്ന പോലീസ് സംഘത്തെ നേർവഴിക്ക് നയിക്കാൻ ഒറ്റക്കിറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരാൾ. ആ നിലയ്ക്കാണ് കേരളം ഇപ്പോൾ അയാളെ മുന്നിൽ നിന്ന് കാണുന്നത്. പിന്നിൽ എന്തൊക്കെയുണ്ട് കാഴ്ചകൾ എന്നാണ് നവാസിന് തോന്നുന്നത്? അല്ല, കാര്യമായും ഇതിലിപ്പോൾ കോൾ റെക്കോർഡുകൾ പുറത്തു വന്നതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏറെ ഗൗരവമുള്ളതാണല്ലോ. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, ഇടതുപക്ഷ സഹയാത്രികനോട് പറയുന്നത് ഇദ്ദേഹം വഴിതെറ്റി പോകുന്നു, അതുകൊണ്ട് കറക്ഷൻ ഫോഴ്സ് ആയിട്ടാണ് അൻവറിന്റെ രംഗപ്രവേശനം നടക്കുന്നത് എന്നാണ്. ഞാൻ പറയുന്നത്, ഒരു ADGP, കേരളത്തിലെ ഒരു ADGPയെ കുറിച്ച് ഒരു SP പറയാൻ അയാൾ കൊല്ലിച്ചിട്ടുണ്ട്, എന്നിട്ടോ കൊല്ലാൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു ഗുരുതരമായ ആരോപണമായി ഇവിടുത്തെ ഭരണകൂടത്തിന് തോന്നാത്തത്? എന്താ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അങ്ങനെ തോന്നാതെ പോകുന്നത്? രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും, ഏത് മന്ത്രിമാർ, ഇടതുപക്ഷത്തിന്റെ ഭരിക്കുന്ന കേരളത്തിലെ മന്ത്രിമാരുടെ ഫോൺ കോൾ ഉൾപ്പെടെ ചോർത്തുന്നുണ്ട് എന്ന് ADGP എന്ന് സുജിത് ദാസ് പറയുമ്പോൾ അത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഗൗരവമായി തോന്നുന്നില്ല. ഞാൻ ഇവിടെ നിഷാദിനോട് കാര്യം പറയട്ടെ. ഞങ്ങൾ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് മാസത്തിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇതാ സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ SP-ക്ക് അദ്ദേഹത്തിന്റെ സംഘപരിവാർ ചായ്വുണ്ട്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ അത്തരത്തിൽ ഒരു മതവിഭാഗത്തിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? അത് രാഷ്ട്രീയമായ വിരോധം തീർക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ PV അൻവർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? ഇദ്ദേഹം BJP-യുമായി കൂട്ടുകച്ചവടം നടത്തുന്നു, ഇദ്ദേഹത്തിന് കൂടെ ADGP ഉണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട നിഷാദിനോട് പറയാം, ഇവർ ഒരേ സമയത്ത്, ഈ ADGP ആയാലും ഈ SP ആയാലും ഒരേ സമയത്ത് BJP-യെയും CPM-ന്റെയും ഭരിക്കുന്ന ഭരണകക്ഷികളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക.
അത് പുറത്തു വന്ന ഓരോ ഡാറ്റകളും നിങ്ങൾ പരിശോധിക്കുക. ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു. ഞാൻ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എയർപോർട്ടിനകത്ത് മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുള്ള എയർപോർട്ടിനകത്ത് നിന്ന് പിടിക്കപ്പെടാൻ കഴിയാത്ത സ്വർണ്ണങ്ങൾ എയർപോർട്ട് റോഡിന്റെ തൊട്ടിപ്പുറത്ത് 1 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് SP-യുടെ സംഘത്തിന് പിടിക്കാൻ കഴിയുന്ന എന്ത് മാന്ത്രിക വിദ്യയാണ് കേരള പോലീസിന്റെ കയ്യിലുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊരു കൂട്ടുകച്ചവടമാണ്. ഇതിൽ ഭരിക്കുന്ന ഭരണകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് ഇവർ ചെയ്യുന്നു. ഞാൻ പറയുന്നത് 2022 ഞങ്ങൾ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഈ ഇദ്ദേഹത്തെ ഇതുപോലെ മാറ്റി നിർത്തണമെന്ന് വളരെ വലിയ ശക്തമായ ആവശ്യമുണ്ടായി മലപ്പുറം ജില്ലയിൽ. എല്ലാ സംഘടനകളും സമരരംഗത്തേക്ക് വന്നു. പക്ഷേ ഇവരെന്താ ചെയ്തെന്നറിയോ? ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെയ്തത് ഇദ്ദേഹത്തിന് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഹൈദരാബാദിലേക്ക് പറഞ്ഞയച്ചു. ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ല. ഇപ്പോ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ വന്നല്ലോ. നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു, കൊല്ലിച്ച ADGPയെ കുറിച്ച് സംസാരിക്കുന്നു. ADGP അഴിമതിക്കാരാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അളിയന്മാരുടെയും പേരിൽ വലിയ സമ്പത്തുണ്ട് എന്ന് ആരാ പറയുന്നത്? ഒരു SP തന്നെ പറയുന്നു. താമിർ ജിഫ്രി എന്ന് പറയുന്ന ഒരു കസ്റ്റഡി കൊലപാതകത്തിൽ അത് കൊല്ലാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്ന് പറയുമ്പോൾ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് കേസെടുക്കേണ്ട കാര്യമില്ലേ? അപ്പൊ ഇതിന്റെ ഒക്കെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നിട്ടും ഇന്ന് മുഖ്യമന്ത്രി ഒരു പുഞ്ചിരി മാത്രമാണ് ബാക്കി വെച്ചത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ കാരണം ശ്രീ നിഷാദ്? ഞാൻ അതിന്റെ കാരണം ഒന്ന് പറയാം. നിങ്ങളുടെ മീഡിയ വൺ ചാനൽ കഴിഞ്ഞ 2022 ഓഗസ്റ്റ് മാസം 27 നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ആ വാർത്തയെ നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം. അവിടെ അർജുൻ നായകി എന്ന് പറയുന്ന ഒരു CPM-ന്റെ ഒരു ക്രിമിനൽ ഗുണ്ടയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്താണ് വാർത്ത. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കേരളം ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ 1.5 ആഴ്ചക്കാലം നിരന്തരമായി വാർത്തകൾ ഉണ്ടായി. കരിപ്പൂർ സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ അർജുൻ നായകിയെ കണ്ണൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കണ്ണൂർ പെരിങ്ങയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കൊണ്ടോട്ടി സ്റ്റേഷനിലേക്കാണ്. മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് കൊണ്ടോട്ടി SHOയും പിന്നെ SP-യും തമ്മിൽ തർക്കം ഉണ്ടാകുന്നു. അദ്ദേഹം വിസമ്മതിക്കുന്നു കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ. കാരണം കരിപ്പൂർ സ്റ്റേഷനിലെ കേസാണ്. അതിൽ SP-യുടെ നേതൃത്വത്തിൽ നേരിട്ട് അദ്ദേഹത്തെ SP ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടോട്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. SP ഒറ്റക്ക്, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനുമില്ലാതെ SP ഒറ്റക്ക് മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. നിങ്ങളുടെ ലൈബ്രറി എടുത്ത് പരിശോധിക്ക്, മുഴുവൻ നിങ്ങളൊക്കെ വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് മുഴുവൻ ഡേറ്റയും ചോർത്തിയെടുത്തു എന്ന ഞങ്ങൾക്ക് ലഭ്യമായ കാര്യം. അപ്പോ എവിടുന്നാണ് ഇദ്ദേഹത്തെ പിടിച്ചത്? കണ്ണൂരിൽ നിന്ന്, കണ്ണൂരിലെ പെരിങ്ങത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടത് ആരാണ്? ഈ കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ ഉന്നതനായ ഒരു നേതാവ്. അദ്ദേഹവുമായി ബന്ധം പുലർത്തിയത് തെളിവ് സഹിതം സുജിത്ദാസിന്റെ കയ്യിൽ ലഭിക്കുന്നു. അതിനുശേഷമാണ് P ശശിയെ പോലെ ഒരാൾ പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയായിക്കൊണ്ട് അവിടെ വരുന്നത്. ഈ സമയത്താണ്. അപ്പോ കണ്ണൂരിലെ CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവുകൾ കയ്യിലുള്ള ഈ SP അതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിനെ ഭയപ്പെടുത്തുന്നു. ഈ ഗവൺമെന്റിന് ഈ SP-യെ തൊടാനുള്ള ഭയം എന്ന് പറയുന്നത് അർജുൻ നായകിയുമായി ബന്ധപ്പെട്ട് CPM-നെ കണക്ട് ചെയ്യുന്ന രേഖകൾ തെളിവ് സഹിതം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന ആക്ഷേപം ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ. മറ്റൊന്ന്, രാമനാട്ടുകരയിൽ വെച്ച് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് 5 പേരുടെ മരണം ഉണ്ടായി. അതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലും അർജുൻ നായകി പ്രതിയാണ്. ഈ കേസുകളുടെയൊക്കെ നാൾവഴികൾ പരിശോധിച്ചാൽ പ്രകടമായി കാണുന്ന ഒരു കാര്യം, ഈ സുജിത്ദാസ് എന്ന് പറയുന്ന SP-യുടെ അനാവശ്യമായ ഇടപെടൽ ഈ കേസിനകത്തുണ്ട്. അത് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുമായി നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ സംസാരിക്കുക. അവർക്ക് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്, വിയോജിപ്പുകളുണ്ട് SP-യുമായിട്ട്. എന്ന് വെച്ചാൽ അർജുൻ നായകി മുഖാന്തരം ഈ കേസിലൂടെ CPM-നെ ട്രാപ്പിലാക്കാവുന്ന തെളിവുകൾ കയ്യിലുള്ള ഒരു SP-യാണ് ശ്രീ സുജിത്ദാസ്. അതുകൊണ്ടാണ് ഗുരുതരമായ ആരോപണങ്ങൾ 2023 ഉന്നയിച്ചിട്ടും അദ്ദേഹത്തെ ഹൈദരാബാദിലേക്ക് ട്രെയിനിങ്ങിന് അയക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോ ഏറ്റവും ഗുരുതരമായ, ഒരുപക്ഷെ 1 മിനിറ്റ് സമയം പോലും അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കാത്ത വിധം പുറത്താക്കേണ്ട ഒരു വിഷയം ഉണ്ടാകുമ്പോൾ 3 ദിവസത്തേക്ക് ലീവ് അനുവദിച്ചു കൊടുത്താണ് അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ പോലീസിനെടുക്കുന്ന നടപടികളെ കുറിച്ച് നമുക്കറിയാലോ. കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മൾ കേട്ട പല വാർത്തകളുണ്ട്. എറണാകുളം ജില്ലയിലെ പോലീസ് സ്റ്റേഷനകത്ത് രഘു എന്ന് പറയുന്ന പോലീസുകാരൻ പോലീസ് സ്റ്റേഷനകത്ത് ഒരു കോഫി മെഷീൻ സ്ഥാപിച്ചു 1 രൂപയ്ക്ക് കോഫി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ സേനയിൽ നിന്ന് റിമൂവ് ചെയ്തു ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി. മാത്രമല്ല, മാങ്ങ മോഷ്ടിച്ച ഒരു പോലീസുകാരനെ റിമൂവ് ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഇപ്പോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള ഈ കരിപ്പൂർ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന SI ശ്രീജിത്ത് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് SP-ക്ക് അനുകൂലമായി പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്തിന്റെ പേരിലാണെന്നറിയോ? രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലീസിൽ നിന്ന് വാർത്തകൾ ചോർത്തി കൊടുക്കുന്നു, ഫോൺ കോളുകൾ തെളിവാണ് എന്ന് പറഞ്ഞിട്ടാണ് SI രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തത്. മാത്രമല്ല, കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ 20 മുതൽ മറിച്ചു വിറ്റു എന്ന് പറഞ്ഞൊരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ സസ്പെൻഷനും റിമൂവ് ചെയ്യലൊക്കെ ഉണ്ടാകുന്ന ആഭ്യന്തര വകുപ്പിന്
ഇത്രമേൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് ഒരു അന്വേഷണ വിധേയമായി മാറ്റി നിർത്താൻ പോലും സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ് എന്ന പരിശോധനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ഗുരുതരമായ ചില പോയിന്റുകൾ ഉന്നയിക്കുകയാണ് പി കെ നവാസ്. CPIM നേതൃത്വത്തിന് സ്വർണ്ണ പൊട്ടിക്കൽ ഏർപ്പാടുള്ള തെളിവുകൾ കയ്യിലുള്ള ഉദ്യോഗസ്ഥരാണ്, അവരെ തൊടാൻ കഴിയില്ല എന്നതാണ്. ഞാനൊന്ന് പറയാം നവാസ്. NM പിയേഴ്സൺ, നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം എന്തുകൊണ്ടാണ് കോർ വോട്ട് ബാങ്കിൽ നിന്നടക്കം വോട്ട് ഒലിച്ചുപോയി ഇടതുപക്ഷം ഇങ്ങനെ നാമാവിശേഷമായി പോയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ അത് എങ്ങനെയാണ് വലിയ തോതിൽ ഇവിടുത്തെ നമ്മുടെ ഒരു സെക്യുലർ സ്ട്രക്ചർ തകർക്കാൻ, ഇടതുപക്ഷത്തിനെതിരെ പോലും വലിയ തോതിലുള്ള വെറുപ്പിൻ്റെ പണികൾ പണിയാൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തിലേക്കുള്ള ഒരു യാത്രയാണത്. അവിടെയാണ് പോലീസ് എന്തുമാത്രം ഈ പറയുന്ന വെറുപ്പിൻ്റെ വാഹകരെ, വിദ്വേഷ യൂട്യൂബർമാരെ, ഹിന്ദുത്വ ഫാസിസത്തെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് കേരളത്തെ അവർക്ക് അനുകൂലമായി പണിയാനെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ദാ ഇപ്പോൾ അൻവർ കൊണ്ടുവന്നിരിക്കുന്ന ചില ആരോപണങ്ങൾ കൂടി അതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു 7 വർഷക്കാലം ഈ ആഭ്യന്തര വകുപ്പ് സത്യത്തിൽ CPM-നോട്, കേരളത്തോട് ചെയ്തത് എന്താണ് എന്ന കാര്യം ഇവർക്ക് മനസ്സിലാകുമായിരിക്കുമോ? അല്ല, നമ്മളുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ മുഖമാണ് പോലീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് പോലീസ് വളരെ നല്ല രീതിയിൽ പെരുമാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ അൻവർ വെളിപ്പെടുത്തുന്നത്, അൻവറിൻ്റെ ആരോപണമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടതാണ്, വെളിപ്പെടുത്തുന്നത് പോലീസ് വലിയൊരു മാഫിയ സംഘമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് മാഫിയ സംഘമായി മാറിയാൽ അത് നമ്മുടെ സമൂഹത്തെ ഏത് രീതിയിലാണ് അപായപ്പെടുത്തുക, അതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. CPM-നകത്തുള്ള ആഭ്യന്തര പ്രശ്നത്തിനേക്കാൾ ഉപരി അത് കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സ്വത്തിനും നമ്മുടെ സമാധാനത്തിനും നമ്മുടെ ജീവിതത്തിനും നമ്മളുടെ സിവിൽ ലൈഫിനും യഥാർത്ഥത്തിൽ സുരക്ഷ നൽകേണ്ടതായിട്ടുള്ള പോലീസാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ എന്ന് അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി MLA നമ്മളോട് പറയുന്നത്. പോലീസ് തല്ലിക്കൊല്ലുന്നു, കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു, അതേപോലെ തന്നെ സ്വർണ്ണക്കടത്തിന് പങ്കാളികളാകുന്നു, മറ്റ് പലതരത്തിലുള്ളതായിട്ടുള്ള മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു, കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുന്നു. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് നമ്മുടെ പോലീസ് സംവിധാനം എങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പോൾ അത് പറയുന്നത് ആകട്ടെ ആരോപണമായിട്ടല്ല പറയുന്നത്, ഇതൊക്കെ സംഭവിച്ചു, അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കയ്യിലുണ്ട് എന്ന നിലക്ക് തന്നെയാണ് അൻവർ പറയുന്നത്. അൻവർ പറയുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഒന്ന്, അൻവർ ഈ സംവിധാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ അല്ലെങ്കിൽ ഈ സംവിധാനത്തെ ഉപേക്ഷിക്കാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഇടതുപക്ഷത്ത് നിന്ന് മാറാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒന്ന്. 2, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രസക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു MLA ആണ് എന്ന് അദ്ദേഹം ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. കാരണം 50 സെൻറ്റ് ഭൂമി അവിടെ ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് കൊടുത്തിട്ട് 4.5 വർഷം കഴിഞ്ഞു. അവിടെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു ഭരണകക്ഷി MLA-ക്ക് അത് കഴിഞ്ഞില്ല. പക്ഷേ ലീഗിലെ പല MLA-മാരും ആവശ്യപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുന്നതായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അത് പാർട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ ജീർണാവസ്ഥ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ സർക്കാരിന്റെ ആദ്യകാലം മുതൽ ഇതുവരെയുള്ള സമയം എടുത്താൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നിശിതമായ വിമർശനം പുറത്തുനിന്നുണ്ട്, അകത്തുനിന്നുണ്ട്. സമ്മേളന കാലയളവിലൊക്കെ ഭയങ്കരമായ വിമർശനം നമ്മൾ കേട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ടും CPM-ന് അതിനകത്ത് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഒരു ആരോപണം അപ്പുറത്തുനിന്ന് കേൾക്കുന്നത്, CPM-ന്റെ പല നേതാക്കളും പലതരത്തിലുള്ള ക്രിമിനൽ ആൻഡ് മാഫിയ ആക്ടിവിറ്റീസിൽ അവരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് പോലീസിലെ ഓഫീസേഴ്സിനും നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് പോലീസിന് മേലെ ഒരു അധികാര രൂപം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധമുള്ള പരിമിതാവസ്ഥ, ദുർബലാവസ്ഥ, ഗതികേട് ഈ പാർട്ടി അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ലോജിക്കലി അങ്ങനെ വിചാരിക്കാൻ പറ്റും? അങ്ങനെ പറ്റുമോ? അങ്ങനെ വിചാരിക്കേണ്ടി വരുമോ? അല്ല, ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ മേൽ സ്വാഭാവികമായിട്ടുള്ള മേധാവിത്വം ഉണ്ടായിത്തീരുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധമായിട്ടുള്ള രഹസ്യങ്ങളും തെളിവുകളും അറിയുന്നവരാണവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഗവൺമെൻറ്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ക്രിമിനലിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണകൂടമായിട്ട് ഈ ഭരണകൂടം മാറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം.
നമ്മൾ ഭരണകൂടത്തിൻ്റെ നിർവചനം കൊടുക്കുമ്പോൾ ആ ഭരണകൂടത്തിൻ്റെ ഒരു ഇടിയന്ത്രമാണ് യഥാർത്ഥത്തിൽ പോലീസ് എന്ന് പറയുന്ന സാധനം. എന്നുവെച്ചാൽ ഭരണകൂടം എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാക്ഷാത്കരിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. ഭരണകൂടം ഭയാനകമായിട്ടുള്ള രീതിയിൽ ജനവിരുദ്ധമായി മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ശക്തി പ്രാപിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും CPM പലതരത്തിലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സംരക്ഷണത്തിന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ആവശ്യമായിട്ട് വരും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലുകളായി മാറും. പോലീസിൻ്റെ ജോലി എന്താണ്? ആളെ തല്ലിക്കൊല്ലലാണ്, അതുപോലെ കള്ളക്കടത്ത് നടത്തലാണ്, അതിന് കാവൽ നിൽക്കലാണ്. അല്ലെന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, സ്വസ്ഥ ജീവിതം അതൊക്കെയാണ് അവർ നിർവഹിക്കേണ്ടത്. നമ്മൾ നേരത്തെ കേട്ട വളരെ പ്രധാനപ്പെട്ടൊരു വാചകമുണ്ടല്ലോ, ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതായിട്ടുള്ള പോലീസാണ് ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത്. ആ പോലീസാണോ ഇപ്പോൾ ADGPയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല എന്ന് നമുക്കറിയാം. നമുക്ക് കഴിഞ്ഞ മുഴുവൻ കാലത്തെയും കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതലായിട്ട് വിമർശനമുണ്ടായിട്ടുള്ളത്, ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ളത്, ഈ ഗവൺമെൻറ്റിനെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ആഭ്യന്തര വകുപ്പാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ആ വിഷയങ്ങളാണ് ഈ കേരള സമൂഹം ചർച്ച ചെയ്തിരുന്നത്. എന്തുകൊണ്ട് അതിനെ തിരുത്തുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത്തരം സംവിധാനങ്ങളിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ വളരെ ഗൗരവമുള്ളൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അൻവർ ഉയർത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അൻവർ ആരാണ് എന്നുള്ളത് നമ്മളുടെ ചർച്ചാ വിഷയമല്ല. അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഈ കേരളീയ സമൂഹത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ ചോദ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് CPM അതിനെ ആ നിലയ്ക്ക് അഡ്രസ് ചെയ്യുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന സംഗതി. ഞാനൊന്ന് പറയാം. ജോർജ് ജോസഫ് ഉണ്ട്, റിട്ടയർഡ് SP, നമ്മോടൊപ്പം ടെലിഫോൺ. ജോർജ് ജോസഫ്, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ആരോപണം കേട്ടത് രാഷ്ട്രീയ നേതാക്കളുടെ, പ്രതിപക്ഷത്തുള്ള ആളുകളുടെ, മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തിക്കൊണ്ട് എല്ലാം മനസ്സിലാക്കി ഒരു ഏറ്റവും മുകളിലുള്ള ഒരു ബിഗ് ബോസിനെ പോലെ പ്രവർത്തിക്കുകയാണ് ADGP എന്നാണ്. പോലീസിന്റെ കയ്യിലുള്ള പണികളിലൊന്നാണോ ഈ ചോർത്തൽ? അല്ല, പോലീസിന്റെ കയ്യിലുള്ള പണിയല്ല. പക്ഷെ അങ്ങനെ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് ആ ചോർത്തൽ നടത്തിയത്? കാരണം വളരെ സീരിയസ് ആയ ഒരു ആരോപണം തന്നെയാണ് അൻവർ നടത്തിയിരിക്കുന്നത്. CPMന്റെ പാർട്ടിയുടെ ഒരു വക്താവാണ്, പാർട്ടിയുടെ ഒരു MLA ആണ്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് ഇത് പറഞ്ഞു? ഏതായാലും ഇതിനെപ്പറ്റി ഗവൺമെന്റ് തലത്തില് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള ഒരു കോഗ്നിസബിൾ ഒഫൻസ് അതിനകത്ത് വന്നു കഴിഞ്ഞു. അൻവറുടെ അടുത്ത് പറഞ്ഞ ഒരാളെ കൊന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സത്യസ്ഥിതി അറിഞ്ഞെങ്കിൽ ഓപ്പൺ ആയിട്ട് അൻവറിന്റെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് അൻവറിന്റെ മൊഴി വാങ്ങി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഉചിതം. അദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ചാൽ അത് കേൾക്കട്ടെ. അതിനകത്ത് സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. അദ്ദേഹം ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞത് ചെറിയൊരു തുടക്കം നമ്മൾ ആദ്യം കണ്ടു. കാരണം അവിടുത്തെ SP-യുടെ വസതിക്ക് മുമ്പിൽ കസേരയിട്ടിരുന്നിട്ട് അതിനകത്തുനിന്ന് അവിടെ തേക്കും അങ്ങനെയുള്ള മരങ്ങൾ വെട്ടി കടത്തി ഈ 2 ഓഫീസർമാരും അവിടുത്തെ ഫർണിച്ചർ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അത് അതിന്റെ കുറ്റി കാണാനാണ് അദ്ദേഹം പോയതെന്ന് പറയുന്നു. അതൊരു MLA ആണ്, ഒരു പൊതുപ്രവർത്തകനാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗം തന്നെയാണെന്നേ പറയാനുള്ളൂ. അത് SP ഓഫീസായാലും DGP ഓഫീസിനകത്തായാലും ശരി, സർക്കാരിന്റെ പ്രോപ്പർട്ടി, പൊതുജനങ്ങളുടെ പ്രോപ്പർട്ടി ആരെങ്കിലും മുറിച്ചു മാറ്റി അവിടെ ഫർണിച്ചർ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇവർക്കൊക്കെ പങ്കുണ്ടെന്ന് വളരെ വളരെ സീരിയസ്, നമ്മളൊക്കെ ഞടുങ്ങിപ്പോയ കാര്യമാണത്. അങ്ങനെ ഒരു ADGPയും ഒരു SP-യും തമ്മിലുള്ള ആ റിക്റ്റിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് അതൊരു MLA ആണ് പറയുന്നത്, ഭരണകക്ഷിയിലുള്ള ഒരു MLA തന്നെയാണ് പറയുന്നത്. രണ്ടാം അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നൂടെ പറഞ്ഞിരിക്കും. അപ്പം അതേപ്പറ്റി എന്തായാലും അന്വേഷിക്കണം. ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞിരിക്കുന്ന കാതലായ എന്തെങ്കിലും കാര്യം അതിനകത്ത് ഉണ്ടോ? കാരണം ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഡിസ്ക്ലോഷറാണ്, അതിന് യാതൊരു സംശയമില്ല. അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു ഡിസ്ക്ലോഷറാണ്. അത് ഏത് പാർട്ടിയായാലും ശരി, ഏത് മന്ത്രിയായാലും ശരി, ഏത് പേഴ്സണൽ സ്റ്റാഫ് ആയാലും ശരി, അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ കവറ്റബിളായ പൊസിഷനിൽ ഇരിക്കുന്ന, സർക്കാരിന്റെ കവറ്റബിൾ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അത് ഏതായാലും ഗവൺമെന്റ് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട വിഷയമാണ് എന്നാണ്. താങ്ക് യു ശ്രീ ജോർജ് ജോസഫ്. അല്ല ശ്രീ ജയചന്ദ്രൻ, നോക്കൂ, ഇത് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഒരു രാഷ്ട്രീയ വിഷയവും കൂടിയാണ്. ആ നിലയ്ക്ക് CPM പരിശോധിക്കും.
ചിലപ്പോൾ ചില നടപടികളിലേക്ക് പോകും, സുയിദാസിനെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കളഞ്ഞേക്കുമെന്നൊക്കെ കേട്ടു. ഞാൻ ചോദിക്കുന്നത്, ഇത് വളരെ ഗുരുതരമായ പരാതികൾ ഇതിനകത്തുണ്ട്. ഒന്നൊരു കൊലപാതകമാണ്, രണ്ടാമത്തെ സ്വർണം പൊട്ടിക്കൽ പോലുള്ള ഏർപ്പാടുകളിലെ പങ്കാളിത്തമാണ്, അധോലോകത്തെ പോലെ പെരുമാറുന്നു, വൻതോതിൽ അതായത് വയർലെസ് സെറ്റുകൾക്കകത്തെ സന്ദേശം മോഷ്ടിച്ചതിന്, ചോർത്തി ടെലികാസ്റ്റ് ചെയ്തതിന് പേരിൽ ഗുരുതര സ്വഭാവമുള്ള കേസെടുക്കാൻ കഴിയുന്നത് ലഘുവാക്കി കൊടുത്തതിന് 1.5 കോടി അടിച്ചു എന്നടക്കമുള്ള പരാതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ജനം കേട്ട ഈ പരാതികളിന്മേൽ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ എന്നറിയാൻ ജനത്തിന് അവകാശമുണ്ടല്ലോ. ആ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെങ്കിൽ പരമാധികാരിയുടെ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന അജിത് കുമാർ അവിടെ ഉണ്ടാവാനും പാടില്ലല്ലോ. അതൊക്കെ നടക്കുമോ? അല്ല, അതിപ്പോൾ ഇപ്പം നമ്മൾ ഈ പോലീസുകാരെ നടപടി എടുക്കുന്നത് പോലെ IPS ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നറിയാത്ത ആളൊന്നുമല്ല പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നു വരുന്ന നവാസ്. കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഒരു പോലീസുകാരനെ നടപടിയെടുക്കുകയോ സർവീസിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു IPSകാരനെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ അതിനതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ രീതിയുണ്ട്. അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത് അതിന് തന്നെയാണ് തുടക്കമിട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ, വിശ്വാസം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വന്നിട്ടുള്ള അൻവറിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്, കേരളത്തിലെ പോലീസിൻ്റെ നിയന്ത്രണം പിന്നെ ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നു എന്നുള്ള പരോക്ഷമായ അതിശക്തമായൊരു വിമർശനം, പരോക്ഷമാണെങ്കിലും അതിശക്തമാണ് അൻവറിൻ്റെ ആ വിമർശനം. രാഷ്ട്രീയ നേതൃത്വത്തിന് അത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഇല്ലാതെ പോകുന്നുവെന്നും അത് നിർവഹിക്കണം എന്ന് കരുതപ്പെടുന്ന സർക്കാരിനും പാർട്ടിക്കും ഇടയിൽ നിൽക്കുന്ന ആളാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹത്തിന് തന്നെ അക്കാര്യം നിർവഹിക്കാൻ കഴിയാതെ വരുന്നു. സ്വന്തം ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു MLA തന്നെ പറയല്ലേ. ഉദാഹരണങ്ങൾ ഒരുപാട് മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്, താങ്കളിപ്പോൾ പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്നിച്ച് കൂടുമ്പോൾ ആരാണ് അതിൻ്റെ ഒരു 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 പരമ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ അത് ADGP ആണ്. DGP പോലും അറിയാതെ, അല്ലെങ്കിൽ DGPയെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ADGP സർവ്വ അധികാരങ്ങളും കൈയാളുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. അത് പിന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ വരെ ചെയ്യുന്നു, ക്രിമിനൽ ആക്ടിവിറ്റീസ് വരെ ചെയ്യുന്നു എന്നാണ് ഭരണകക്ഷി MLA അൻവർ പരസ്യമായി പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് DGPയോട് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് വരുമ്പോൾ തുടർ നടപടികൾ ഉണ്ടാവാതെ ഒരു കാരണവശാലും നിവൃത്തിയില്ല, ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊന്ന്, ഇത് പിന്നെ അൻവർ ഈ LDF വിട്ട് മറ്റൊരു പാളയത്തിലേക്ക് പോകാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നതേയില്ല. അങ്ങനെ ഒരാളല്ല എനിക്കറിയാവുന്ന PV അൻവർ. അദ്ദേഹം ക്ലാരിറ്റി വരുത്തുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, MR അജിത് കുമാറിനെ അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് ഈ കാര്യത്തിൽ നടക്കുന്ന ഏത് അന്വേഷണവും ഏത് പരിശോധനയും ഫലപ്രാപ്തിയിലെത്തുമെന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ MR അജിത് കുമാറിനെ ഇപ്പോൾ IPSകാരെ പിടിച്ചുടനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ, അവരെ ടെർമിനേറ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, IPSകാരെ വല്ല കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലൊക്കെ എടുത്ത് മാറ്റാൻ സർക്കാരിന് എന്താ നിമിഷാർദ്ധം മതിയല്ലോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഏതെങ്കിലും പ്രാധാന്യം കുറഞ്ഞ കസേരയിലേക്ക് മാറ്റിയിട്ട് അവിടെ വേറെ ആളെ വെച്ച് അന്വേഷിക്കാമല്ലോ. അതെന്താ ഗവൺമെന്റ്, അതിനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ഗവൺമെന്റിന് ഇല്ല. അല്ല അങ്ങനെയല്ല, അങ്ങനെ ഞാൻ കാണുന്നില്ല നിഷാദ് പറയുന്നത് പോലെ. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏതെങ്കിലും അപ്രധാനമായ കോർപ്പറേഷനിലേക്കോ മറ്റേതെങ്കിലും തസ്തികയിലേക്കൊക്കെ വെക്കണമെങ്കിൽ പോലും അതിന് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് വേണം എന്നറിയാത്ത ആളല്ലല്ലോ നിഷാദ്. അതങ്ങനെ അല്ലാതെ ചെയ്യാൻ കഴിയില്ല. ഏത് ഭരണാധികാരി സർക്കാർ തീരുമാനിക്കുകയാണ് ഏത് പദവിയിൽ ആരാണ് ഇരിക്കേണ്ടത്, ഏത് ADGP ആണ് ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത്, ഏത് ADGP ആണ് വിജിലൻസ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കേണ്ടത് ആരാണ് എന്ന കാര്യം സർക്കാർ തീരുമാനിക്കാവുന്നേ ഉള്ളൂ. അതിന് പണിഷ്മെന്റ് അല്ലാതെ അത് ഗവൺമെന്റ് തീരുമാനമാണ് ആരെയാണ് അവർക്ക് ആവശ്യം എന്നുള്ള കാര്യത്തിൽ. ആരുടെ എല്ലാം കാര്യത്തിൽ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിച്ചിട്ടുണ്ട്. അതിനൊരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഒരു പണിഷ്മെന്റിന് ഒരു ആക്ഷൻ എടുക്കുന്നതിനല്ല ഇതൊക്കെ വേണ്ടത്. അല്ല താങ്കളോടതാണ് ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞത്. ഇത് പിന്നെ ചില നടപടികളുടെ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. ആ തുടക്കം വരണമെങ്കിൽ അതിന് അല്ലാതെ വെറുതെ ഒരു പിന്തുണയുമില്ലാതെ
ഏകനായി നിന്ന് പറയുന്ന ഒരവസ്ഥയല്ല അൻവർ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അതുകൊണ്ട് അൻവറിന്റെ ഈ നീക്കത്തിന് പിന്നിൽ പാർട്ടിയുടെ താല്പര്യം തന്നെ ഉണ്ട്. തൊട്ട് പിന്നിൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി എംഎൽഎമാർ പോലും ഉണ്ട്. ശരി, വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് CPIM. ആ നടപടികൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു പശ്ചാത്തല സൃഷ്ടിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. നവാസ്, നോക്കൂ, ഇതിനകത്തൊരു ഒരു കാര്യം ഇപ്പോൾ പുറത്തുനിന്ന് അത് കേൾക്കുന്നുണ്ട്. ഈ പാനലിൽ ഇരിക്കുമ്പോൾ ജയചന്ദ്രനും അത് പറഞ്ഞു. അതായത് ഇത്രയും കാലം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള അപഖ്യാതികൾ, വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടിക്കകത്ത് നവീകരണത്തിൻ്റെ, തിരുത്തലിൻ്റെ, സർക്കാരിനകത്ത് തിരുത്തലിൻ്റെ പരിപാടികളുമായിട്ട് CPI മുന്നോട്ട് പോകണം. EP ജയരാജനെ മാറ്റിക്കടലോ ജാവദേക്കറിനെ കണ്ടതിന് ശേഷം അതിനുശേഷം പലതരത്തിലുള്ള തിരുത്തൽ നടപടികൾ പാർട്ടിക്കകത്തും സർക്കാരിലും വരുത്താൻ പോവാണ്. ഇതവിടെ ശശിയെ മാറ്റാൻ പോവാണ്, അജിത് കുമാറിനെ മാറ്റാൻ വേണ്ടി പോവാണ്, സുജിത് മാറ്റാൻ പോവാണ്, വല്ല അഴിച്ചുപണിയാൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുമ്പോൾ അതിന് പലതരത്തിലുള്ള സ്റ്റേജുകൾ ആവശ്യമായിട്ട് വരും. അത് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അത് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിശദീകരണം ആയിട്ട് തോന്നുന്നുണ്ടോ? ശ്രീ ജയചന്ദ്രൻ വളരെ നിസ്സാരമായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു പോലീസുകാരനെതിരെ നടപടിയെടുക്കുന്ന പോലെ ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം എന്നാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്താണ് ഇതിൽ ഒഫൻസ്? നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. അൻവറിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് മാറുന്നു, അൻവർ എന്ത് പറയുന്നു, അല്ല എന്ത് പറഞ്ഞു എന്നതിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്. ആ കോൾ റെക്കോർഡിന്റെ പുറത്ത് വന്ന കാര്യം എന്താണ്? ഒന്ന്, ഒരു കൊലപാതകത്തിന് ADGP നേതൃത്വം കൊടുത്തു എന്ന് സൂപ്രണ്ട് ഓഫ് പോലീസ് പറയുന്നു. മറ്റൊന്ന്, താമിർ ജിഫ്രിയുടെ കൊലപാതകത്തിന്റെ തെളിവ് നശിപ്പിക്കലിന് അവർ നേതൃത്വം കൊടുത്തുവെന്ന് തെളിയുന്നു. സ്വർണം കള്ളക്കടത്തിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നു. ADGPയുടെ ഭാര്യയുടെയും അളിയന്റെയും പേരിൽ അടിമ നടത്തിയ പണമുണ്ട് എന്ന് ആരാ പറയുന്നത്? ഒരു SP പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പോഴൊന്നും ഇവർക്ക് നടപടിയെടുക്കാൻ ഇനി ഒരുപാട് പ്രൊസീജിയർ വേണമെന്നാണ്. അതേ കോളിൽ മറ്റൊരു SP കാര്യം പറയുന്നുണ്ട്. SP വിജയൻ സാറിനെ ഈ ADGP തകർത്ത് കളഞ്ഞതാണ്, നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിനെ നടപടിയെടുത്ത് കളഞ്ഞതാണ് എന്ന് പറയുന്നതും ഇതേ സുജിത് ദാസ് അല്ലേ? അപ്പൊ എങ്ങനെയാ വിജയൻ SP-ക്കെതിരെ നടപടിയെടുക്കാമെന്നും സുജിത് ദാസിനും ADGP-യും അവർക്ക് IPS-കാരാണ്, അതുകൊണ്ട് നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വൈരുദ്ധ്യം അങ്ങയുടെ മറുപടിയിൽ തന്നെയുണ്ട്. മറ്റൊന്ന്, ഇനി എത്ര കാലം നിങ്ങൾക്ക് വേണം? 2023 ഞങ്ങൾ പറയാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ കാര്യം. 2022-23 ഓഗസ്റ്റ് മാസത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, രേഖാമൂലം ഞങ്ങൾ പരാതി കൊടുത്തു. അവിടെ മനുഷ്യാവകാശ കമ്മീഷന്റെ മലപ്പുറം ജില്ലയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ SP-യുടെ പേരിൽ ADGP-ക്കും അതുപോലെ തന്നെ DGP-ക്കും പരാതി കൊടുത്തു. അതിനുശേഷം സസ്പെൻഷൻ നിൽക്കുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന SI മാസങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തു. ആ പരാതിയെ റിമൈൻഡർ ചെയ്തുകൊണ്ട് ആഴ്ചകൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട MLA, ഇപ്പോ ഈ പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അൻവർ MLA കത്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് എത്ര കാലം വേണം? ഈ ഒരു വർഷത്തിലധികമുള്ള കാലം പോരാ നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാൻ? ശ്രീ ജയചന്ദ്രൻ, അങ്ങ് പറയുന്ന നിഷ്കളങ്കമായ ഉത്തരത്തിൽ സഹതപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇതിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണം. ഇപ്പൊ വന്ന കാര്യങ്ങളൊന്നും ഇന്നു രാവിലെ ഉണ്ടായതല്ലല്ലോ. ഈ അൻവർ പത്രസമ്മേളനം നടത്തിയപ്പോൾ പുറത്തേക്ക് വന്ന കാര്യമല്ലല്ലോ. ഗവൺമെന്റിന്റെ മുന്നിൽ പരാതിയായി ഒരു വർഷം മുമ്പ് ഈ കാര്യങ്ങളുണ്ട്. അത് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഞാൻ നേരത്തെ MP പിയേഴ്സൺ സാർ പറഞ്ഞ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ. കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിനകത്ത് ഇത്ര വലിയ പോലീസ് രാജ് നടക്കുന്നുവെന്നത് നമ്മളെ ഭീതിപ്പെടുത്തുന്നില്ലേ? സാധാരണക്കാരന്, ഒരു സാധാരണ പൗരന് എങ്ങനെയാ നീതി ലഭിക്കുക? ഭരണപക്ഷത്തിന്റെ MLA നീതി ലഭിക്കാതെ സർവ്വതും പൊട്ടിച്ച് പുറത്തു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ സ്ഥിതി എന്താണ്? സാധാരണ ഒരു പൗരൻ എങ്ങനെയാണ് ഇവര് നീതി ലഭിക്കുക? ഇനി സാധാരണ പൗരൻ പോട്ടെ, ശ്രീ നിഷാദ്, നിങ്ങളൊന്ന് അന്വേഷിക്കണം. കേരളത്തിലെ ഈ SP-യുടെ നേതൃത്വത്തിൽ, ഈ ADGP-യുടെ നേതൃത്വത്തിലുള്ള ഈ നെക്സസ് ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടാത്ത പോലീസുകാരുടെ സ്ഥിതി എന്താണ്? പല പോലീസുകാരും സർവീസിൽ നിന്ന് VRS എടുത്തു പോകുന്നുണ്ട്. പല പോലീസുകാരും ലീവ് എടുത്തുകൊണ്ട് പോവാൻ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഭീകരമായ രൂപത്തിലേക്ക് പോലീസ് രാജ് നടപ്പിലാക്കുമ്പോൾ ഇത് നോക്കി നിൽക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഇനിയും നിങ്ങൾക്ക് സമയം വേണമെന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഒരു വർഷക്കാലം സമയമുണ്ടായിട്ടൊരു വിരടക്കാൻ കഴിയാത്ത ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇനി എന്തെങ്കിലും നടപടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അത് കൂട്ടായ തീരുമാനത്തിൽ അവരെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അനിവാര്യമായ ഇനി മാറി നിൽക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലെ ഏറ്റവും മിനിമം നടപടിയിലേക്കാണ് അവർ പോവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അലക്സി, NM പിയേഴ്സൺ, ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അലിഗേഷൻസ്, പരാതികളൊക്കെ ഉണ്ട്. അത് അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനപ്പുറം അൻവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി RSSന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിടുപണി ചെയ്യുന്നുണ്ട് എന്നതാണ്. അത് നോക്കൂ, CPM-നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്, ഒരു പൊളിറ്റിക്കൽ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അതിൻ്റെ അടിവേര് തോണ്ടുന്നതാണ്. ഈ സർക്കാരിനെ എന്ന നിലയ്ക്ക് മാത്രമല്ല, CPM-ന്റെ ഭാവിയെ തന്നെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ളതാണ്. എങ്കിൽ ആ പണി അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കി അതിന് കൗണ്ടറായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നില്ല.
RSSന്റെ ഏജന്റുമാരെ തൂക്കി മാറ്റി നിർത്തുന്നില്ല, മറ്റ് ഈ മമതയും സ്റ്റാലിനും ഒക്കെ ചെയ്യുന്ന പോലെ. അത് കുറച്ചുകൂടി ഗൗരവതരമായ കാര്യമല്ല. എത്രയോ കാലമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഒരു MLA തന്നെ പറയുകയാണ്. ഈ വിദ്വേഷത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പണിക്ക് ഇവിടെ ചെയ്തു കൊടുക്കുന്ന സഹായം എന്താണെന്ന്. അല്ല, അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭരണം പിന്നെ എന്ത് തരം എഫക്റ്റീവ് ഭരണം എന്നാണ് ഇവർ പറയുന്നത് ശ്രീ പിയേഴ്സൺ? അല്ല, ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണല്ലോ. നമ്മൾ പൊതുവെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. ഒന്ന്, പോലീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. സർക്കാരിൻ്റെ മുഖം പോലീസാണ്. പക്ഷേ പോലീസ് മാഫിയ സംഘമായി മാറിയാൽ, അത് സർക്കാരിൻ്റെ മുഖമായി മാറിയാൽ സർക്കാർ മാഫിയ സംഘമാണ് എന്നാണ് പൊതുജനങ്ങൾ വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു സമീപനം, ഒരു സംരക്ഷണം ഈ പോലീസിൽ നിന്നുണ്ടാവില്ല എന്ന് പറയുന്ന ബോധമാണ് അത് നിർമ്മിച്ചെടുക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ, അത് മുൻകാല പ്രവർത്തനങ്ങൾ, അതായത് ഒരു വീടിൻ്റെ മുമ്പിൽ ഒരാൾ മരിച്ചിട്ട് അവിടെ കരിങ്കുടി വെച്ചിട്ട് ആ കരിങ്കുടി പോലും എടുത്ത് കൊണ്ടുപോകുന്ന പോലീസ് എന്ന് പറയുന്നത് എത്രമാത്രം ദുഷിച്ചു പോയ ഒരു പോലീസാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എന്തിനാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ബോധം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലേക്ക് മാറുകയും പ്രത്യേക സ്ട്രക്ചറായി തീരുകയും അത് സമ്പൂർണ്ണമായിട്ട് ജനവിരുദ്ധമായി മാറുകയും ചെയ്യുന്നു. അതേപോലത്തെ അൻവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തൃശ്ശൂർ പൂരം അടിച്ചു പൊളിച്ചത് പോലീസാണ്. അത് സ്വാഭാവികമായിട്ടും BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പോലീസിൻ്റെ ജോലി അല്ലെങ്കിൽ ADGPയുടെ ജോലി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കലാണോ എന്ന് ചോദിക്കണം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. ഒരാളെ കൊന്നു, ഒരാളെ കൊല്ലിക്കാൻ ശ്രമിച്ചു, അതേപോലെ തന്നെ സ്വർണം പൊട്ടിക്കലിൽ പങ്കെടുത്തു, കൊള്ള നടത്തി, കൈക്കൂലി വാങ്ങി, ഇതൊക്കെയാണോ പോലീസിൻ്റെ ജോലി? അതല്ലല്ലോ, ഒരിക്കലും അതല്ല. അതിനെതിരായി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സംവിധാനമാണ് പോലീസ് സംവിധാനം എന്ന് പറയുന്നത്. ആ സംവിധാനം അങ്ങനെയായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന നേതൃത്വത്തിൻ്റെ പ്രശ്നത്തിലേക്കായിരിക്കും നമ്മൾ വിരയിച്ചുകൊണ്ടേരും. പി ശശി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. പി ശശി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പോലീസ് സംഘത്തെ മുഴുവനും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലോ അല്ലെങ്കിൽ മാഫിയ സംഘത്തിന് ഇഷ്ടമുള്ള രീതിയിലോ രൂപപ്പെടുത്തി പാകപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രി അറിയോ ഇല്ലെന്നുള്ളത് പ്രശ്നമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോലീസ് സംവിധാനം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന് മുഴുവൻ ഉത്തരവാദിത്വം പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമാണ്. ഇങ്ങനെയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് പ്രവർത്തിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസ് ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കാരണം പോലീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾക്ക് ഗുണകരമായ, ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കാരണം നമ്മളാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള പണം മുഴുവൻ കൊടുക്കുന്ന പൊതുജനങ്ങളാണ്. ആ പൊതുജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ സിവിൽ ലൈഫിനും സുരക്ഷിതത്വം നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിന് വേണ്ടിയും അതേപോലെ തന്നെ അവർക്കിഷ്ടമുള്ളതായിട്ടുള്ള സ്വപക്ഷ താല്പര്യത്തിനും വേണ്ടിയിട്ട് ആ സംവിധാനങ്ങളെയും അധികാരത്തെയും ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതീശത്വ സംവിധാനമായി ഒരു മെഷീനായിട്ട് പൽചക്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന സംവിധാനമായി മാറിയാൽ സാധാരണക്കാരൻ അതിൽ ഞെരിഞ്ഞമർന്ന് തകർന്നു പോകുമെന്നുള്ളതാണ്. അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ അപായകരമായ സാഹചര്യം. അതാണ് അത് പരിഹരിക്കാൻ ഇവരെന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. അല്ല, ശ്രീ ജയചന്ദ്രൻ, ഇതിനകത്ത് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു നടപടി ഇടതുപക്ഷത്തിന്റെയും പ്രശ്നമായിട്ടല്ല നിൽക്കണ്ടേ. ഇത് പൊതുജനങ്ങളുടെ ഒരു വിഷയമാണ് എന്ന് നിൽക്കുന്നത്. അത് വളരെ ജനങ്ങളുടെ പ്രശ്നമാണ്. അല്ല, ജയചന്ദ്രൻ, ഇപ്പോൾ ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന ഗുരുതരമായ കുറ്റം ചെയ്യുകയും അത് തുറന്നു പറയുകയും ചെയ്തതിന് ശേഷവും 3-4 മാസം എടുത്തു എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഈ അജിത് കുമാറിൻ്റെ കാര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ നവാസ് ചൂണ്ടിക്കാണിച്ച പോലെ അജിത് കുമാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരുമോ? അജിത് കുമാർ, പ്ലീസ്, ഞങ്ങളൊരു നടപടിയെടുക്കാൻ നിർബന്ധരാവുകയാണ്, അങ്ങ് ദയവായി ഒന്ന് മാറിത്തരികയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി എടുത്തു എന്ന് വരുത്തി തീർക്കാമായിരുന്നു എന്നൊക്കെ പറയാനുള്ള സമയമാണോ എടുക്കുന്നത്? അല്ല, അങ്ങനെയൊക്കെ പറയാനുള്ള താങ്കളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ PV അൻവർ പ്രധാനമായിട്ടും ഉന്നയിക്കാൻ ശ്രമിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിന് മൂക്കുകാരിടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പോലീസിന് മൂക്കുകാരിടണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നവരെ ആദ്യം നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ അടിയന്തരമായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ. ആ തുറന്നു പറച്ചിലിനോട് മുഖം തിരിച്ചിട്ടില്ല പാർട്ടി എന്നുള്ളതാണ് ഇന്നലെ പാർട്ടി സെക്രട്ടറി
മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഇന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണം എന്ന് തീരുമാനിച്ചതായി മുഖ്യമന്ത്രി DGPയോട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്തരം സാർത്ഥകമായ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യണം എന്നാണ് സർക്കാരും പാർട്ടിയും ഇക്കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ ദയവായി താങ്കളൊന്ന് അനുവദിക്കണം, താങ്കളുടെ മേൽ നടപടിയെടുക്കാൻ എന്നുള്ള ലൈനിലല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പോലീസിൻ്റെ ഇപ്പോൾ NM പിയേഴ്സൺ പറഞ്ഞ ഒരു കാര്യം പരമാർത്ഥമാണ്. ജനങ്ങൾക്ക് നീതി കിട്ടാത്ത വിധം പോലീസ് സ്റ്റേഷനിൽ ആണ് ക്രമസമാധാന പാലനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ പണ്ട് നമ്പ്യാരാശൻ പറഞ്ഞതുപോലെ എംബ്രാൻ അല്പം കട്ട ഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നുള്ള നിലയിൽ എംബ്രാൻ ഒരുപാട് കട്ട ഭുജിക്കുകയാണ് എന്നാണ് ഭരണകക്ഷി MLA PV എന്നോട് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അമ്പലവാസികളൊക്കെ ഇങ്ങനെ കക്കുന്നത്. അപ്പോൾ അതിന് അറുതി ഉണ്ടാവണം. പിന്നെ അദ്ദേഹത്തിൻ്റെ വാദഗതിയെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ് പാർട്ടിയും സർക്കാരും ചെയ്തിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ സുദീർഘമായ സമയമെടുത്ത് ചെയ്യേണ്ട പ്രക്രിയയാണ് എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റേതായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റും പാർട്ടിയും പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ നടപടികൾ വരും ദിവസങ്ങൾ തന്നെ കാണുകയും ചെയ്യും. ശരി, താങ്ക് യു. സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ നടപടി കാണും. താങ്ക് യു ശ്രീ ജയചന്ദ്രനൊപ്പം തന്നെ ശ്രീ NM പിയേഴ്സൺ നവാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.